Students, welcome to the video. നമ്മൾ ഈ വീഡിയോയിലൂടെ വാൾട്ടർ റൂഡിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MSc മാത്തമാറ്റിക്സ് ഡെയിലി അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബുക്കിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററായ ബേസിക് ടോപ്പോളജിയിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ചാപ്റ്റർ 2 ബേസിക് ടോപ്പോളജി. സോ നമ്മൾ ബേസിക് ടോപ്പോളജിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനൈറ്റ് സെറ്റ്സ്, കൗണ്ടബിൾ സെറ്റ്സ് ആൻഡ് അൺകൗണ്ടബിൾ സെറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. സോ ബിഫോർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ദീസ് കൺസെപ്റ്റ്സ്, നമുക്കറിയാം എപ്പോഴാണ് രണ്ട് സെറ്റ്സ് ഇക്വലൻ്റ് ആവുക എന്നുള്ളത്. വെൻ വി ഹാവ് ടു നോൺ എംപ്റ്റി സെറ്റ്സ് A and B, we say that these two sets are equivalent. A is equivalent to B if there is a bijective map from A to B. അല്ല, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു സെറ്റ്സ് ആർ ഇക്വലൻറ്റ്. ഓക്കെ, ഇഫ് ദർ എക്സിസ്റ്റ് എ ബൈജക്റ്റീവ് മാപ്പ് എഫ് ഫ്രം എ ടു ബി. സോ ബൈജക്റ്റീവ് മാപ്പ് മീൻസ് എഫ് ഷുഡ് ബി 1 1 and f is on 2. A map which is both 1 1 and on 2 is called a bijective map. Okay. And we can prove that this relationship is an equivalence relation. അല്ല, ഏത് രണ്ട് നോൺ എംപ്റ്റി സെറ്റ്സുകളും നമുക്ക് ഇക്വാലൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ബൈ ചെക്കിംഗ് if there exists a bijective map or not. ഓക്കെ, റെഡി. ഇനി അടുത്ത കാര്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഒരു കൗണ്ടബിൾ സെറ്റ് എന്നാണ്. അപ്പോൾ കൗണ്ടബിൾ സെറ്റ് പറയുന്നതിന് മുമ്പ് വാട്ട് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് എന്ന് നമുക്ക് നോക്കാം. എപ്പോഴാണ് ഒരു സെറ്റ് ഫൈനൈറ്റ് ആണെന്ന് പറയാം നമ്മൾ? if the cardinality of the set is finite, or അത് നമുക്ക് മാത്തമാറ്റിക്കലി പറയാം. ഒരു സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എയിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഫൈനൈറ്റ് സെറ്റായ 1 2 3 എക്സെട്ര n എന്ന് പറയുന്ന സെറ്റിലേക്ക് നമുക്കൊരു ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റണം. അതായത് എയിൽ നിന്നും ഈ പറയുന്ന ഫൈനൈറ്റ് സെറ്റിലേക്ക് ഒരു ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും എലമെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളതെന്ന് അർത്ഥം. ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? സം n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത്രയും n നമ്പർ ഓഫ് എലമെൻറ്റ്സ് എയിലും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. സോ ദാറ്റ് എ വിൽ ബി ഫൈനൈറ്റ് അല്ലേ. ഇനി ഈ സെറ്റ് ഞാനൊരു പേര് കൊടുക്കുന്നു JN. ദിസ് മീൻസ് ദാറ്റ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. ഈ സെറ്റിനെ 1 2 3 എക്സെട്ര n എന്നുള്ള സെറ്റ് ഞാൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? JN, ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. അപ്പോൾ നമുക്ക് ഫൈനൈറ്റ് സെറ്റിൻ്റെ ഡെഫിനേഷൻ പറയാം. ഒരു സെറ്റ് എ ഫൈനൈറ്റ് ആവണമെങ്കിൽ അത് ആ സെറ്റിൽ നിന്നും JN എന്ന് പറയുന്ന ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഫോർ സം n ഒരു ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഫൈനൈറ്റ് എന്ന് വിളിക്കുന്നത്. സെറ്റ് ഈസ് സെറ്റ് ടു ബി ഫൈനൈറ്റ് ഇഫ് ദർ ഈസ് എ ബൈജക്റ്റീവ് മാപ്പ് ഫ്രം എ ടു ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കൗണ്ടബിൾ സെറ്റിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഒരു സെറ്റിൽ നിന്നും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സായ 1 2 3 എക്സെട്ര എന്ന് പറയുന്ന സെറ്റ്, ഇതിന് നമ്മൾ J എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റിന് എന്ത് വിളിക്കാം? കൗണ്ടബിൾ എന്ന് വിളിക്കാം. കൗണ്ടബിൾ. സോ എ സെറ്റ് ഈസ് ടു ബി കൗണ്ടബിൾ ഇഫ് ദർ ഈസ് എ ബൈജക്റ്റീവ് മാപ്പ് ഫ്രം എ ടു ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോഴാണ് നമ്മൾ അതിനെ കൗണ്ടബിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതൊന്നും അല്ല, ഫൈനൈറ്റും അല്ല, കൗണ്ടബിൾ അല്ലാത്ത സെറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺകൗണ്ടബിൾ. എ ഈസ് അൺകൗണ്ടബിൾ if it is not countable. സോ നമ്മൾ സെറ്റിനെ 3 ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഫൈനൈറ്റ് സെറ്റ്, കൗണ്ടബിൾ സെറ്റ്, അൺകൗണ്ടബിൾ സെറ്റ്. സോ ഇഫ് സെറ്റ് ഈസ് സെറ്റ് ടു ബി ഫൈനൈറ്റ് മീൻ ഇഫ് ദർ ഈസ് എ 1 to 1 കറസ്പോണ്ടൻസ്. ബൈജക്റ്റീവ് മാപ്പിന് തന്നെയാണ് നമ്മൾ 1 to 1 കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. 1 to 1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി കൗണ്ടബിൾ ഇഫ് ദർ ഈസ് എ 1 to 1 കറസ്പോണ്ടൻസ് ഫ്രം എ ടു ദി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇത് രണ്ട് കേസും എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലാണ് വി സേ ദാറ്റ് ദ സെറ്റ് ഈസ് അൺകൗണ്ടബിൾ. ഓക്കെ, അൺകൗണ്ടബിൾ. ഓക്കെ, ഇനി നമുക്ക് ഫൈനൈറ്റ് സെറ്റ്സിനെ കുറിച്ച് അറിയാവുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോക്കാം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫൈനൈറ്റ് സെറ്റ്സ്? അപ്പോൾ ഫൈനൈറ്റ് സെറ്റ്സിൻ്റെ കേസിൽ വെൻ യു ഹാവ് എ ഫൈനൈറ്റ് സെറ്റ് എ ആൻഡ് ഇറ്റ് ഹാസ് സം എലമെൻറ്റ്സ് ഫ്രം 1 to എക്സെട്ര n, then we can consider all the subsets of capital A which are finite. When a set is finite, all the subsets of that finite set will be again finite. അല്ലേ, ഒരു സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റുകളെല്ലാം ഫൈനൈറ്റ് ആണ്. ആൻഡ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഓൾ ദി സബ്സെറ്റ്സ് such a way that taking the 1 element set, 2 element set, etc., n-1 element set and n element sets and empty set. And the proper subsets എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? Proper subsets are set which cardinality strictly less than capital A. Improper subset എന്ന് പറഞ്ഞാൽ A itself തന്നെയാണ്. ഇനി
ആൻഡ് ട്രിവിയൽ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എം ടി സെറ്റാണ്. എ ഈസ് കോൾഡ് ഇംപ്രോപ്പർ സബ്സെറ്റ് ആൻഡ് എം ടി സെറ്റ് ഈസ് കോൾഡ് ട്രിവിയൽ സബ്സെറ്റ്. ഇനി ഇത് രണ്ടും അല്ലാത്ത സബ്സെറ്റ്സുകളെ പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്സ്. ബി ഈസ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ എ, ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പ്രോപ്പർ സബ്സെറ്റ്സ്. അതായത് ഒരു സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റ്സ് എല്ലാം ഫൈനൈറ്റ് ആണ്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ ഒരിക്കലും അതിൻ്റെ സബ്സെറ്റുകൾക്ക് അതിനോട് ഇക്വലൻ്റ് ആവാൻ കഴിയില്ല. That means there exists no subset, actually no proper subset of a finite set equivalent to itself. Finite set A is equivalent to A. അതായത് ഒരു ഫൈനൈറ്റ് സെറ്റിൻ്റെ ഒരു സബ്സെറ്റും ഒരു പ്രോപ്പർ സബ്സെറ്റും ആരോട് ഇക്വലൻ്റ് ആവില്ല? ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ആ ഫൈനൈറ്റ് സെറ്റിനോട്, ദ ഹോൾ സെറ്റിനോട് ഇക്വലൻ്റ് ആവില്ല. ബിക്കോസ് ഇങ്ങനെ ആയാൽ എന്താ സംഭവിക്കുക നോക്കാം. ഇഫ് ബി ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ, ആൻഡ് ബി ഈസ് ഇക്വലൻ്റ് ടു എ, ഐ യൂസ് ദിസ് സിമ്പിൾ ടിൽഡ ടു റെപ്രസെൻറ്റ് ദി ഇക്വാലിറ്റി, ഓക്കെ, ഇക്വലൻസി. ആൻഡ് സപ്പോസ് ബി ഈസ് ഇക്വലൻ്റ് ടു എ. ബി ഇക്വലൻ്റ് ടു എ ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ there will exist a bijective map. Then there exists bijective map F from B to A. So ബിയും എയും ഫൈനൈറ്റ് സെറ്റ് ആയതുകൊണ്ട് ബൈജക്റ്റീവ് മാപ്പ് ആയതുകൊണ്ടും ദാറ്റ് മാപ്പ് ഷുഡ് ബി 1 1 ആൻഡ് ഓൺ ടു. സോ ഇതിൻ്റെ മീനിങ് എന്താവും മാറും? ബിയുടെയും കാർഡിനാലിറ്റി എയുടെയും കാർഡിനാലിറ്റി സെയിം ആയി മാറും, വിച്ച് മീൻസ് ദറ്റ് കാർഡിനാലിറ്റി ഓഫ് ബി വിൽ ബി ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എ, ബിക്കോസ് ഇറ്റ് ഈസ് എ 1-to-1 മാപ്പ്, 1-to-1 കറസ്പോണ്ടൻസ് മാപ്പ്, ആൻഡ് ദേ ആർ ഫൈനൈറ്റ് സെറ്റ്സ്. സോ കാർഡിനാലിറ്റി ഓഫ് ബിയും കാർഡിനാലിറ്റി ഓഫ് എയും ഈക്വൽ ആവാൻ സാധ്യതയുണ്ടോ? സിൻസ് ബി ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ, എയുടെ പ്രോപ്പർ സബ്സെറ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് എം ടി സെറ്റും അല്ല ഹോൾ സെറ്റും അല്ല, അതിനേക്കാൾ കുറവ് കാർഡിനാലിറ്റി ഉള്ള സെറ്റാണെന്ന് അതിൻ്റെ അർത്ഥം. ഇത് പറ്റില്ല അല്ലേ? വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ബി ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. അതുകൊണ്ട് എന്ത് പറയാം? ഒരിക്കലും ഒരു ഫൈനൈറ്റ് സെറ്റിൻ്റെ പ്രോപ്പർ സബ്സെറ്റുകൾ അതിനോട് ഈക്വലൻ്റ് ആവാൻ സാധ്യതയില്ല. ആൻഡ് വാട്ട് ഈസ് ദ കേസ് ഓഫ് ഇൻഫൈനൈറ്റ് സെറ്റ്? ഇതേ കാര്യം നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റായ അല്ലെങ്കിൽ കൗണ്ടബിൾ സെറ്റ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. Now for the case of infinite set, I consider the two sets, set of integers and set of natural numbers. Okay, set of integers and set of natural numbers. Both are infinite sets. Okay. And clearly set of natural number is a proper subset of set of integers. അല്ലേ? ഇൻറ്റീജേഴ്സിൻ്റെ പ്രോപ്പർ സബ്സെറ്റാണ് ജെ. ഒരിക്കലും ജെയും സെറ്റും ഈക്വൽ അല്ല, അതിനേക്കാൾ കുറവ് എലമെൻറ്റ്സ് ജെയിലുള്ളൂ എന്ന് നമുക്കറിയാം. ആൻഡ് ഇപ്പം ഞാൻ പ്രൂവ് ചെയ്യാൻ പോകണം, ഐ എം ഗോയിങ് ടു പ്രൂവ് ദറ്റ് ജെ ഈസ് ഈക്വലൻ്റ് ടു സെഡ്. എങ്ങനെയാണ് ഈ ജെയും സെറ്റും ഈക്വലൻ്റ് എന്ന് കാണിക്കുക? അവർക്കിടയിൽ ഒരു 1-to-1 മാപ്പ് എക്സിസ്റ്റ് ചെയ്യണം അല്ലേ? സോ ഐ കൺസിഡർ ദ മാപ്പ് എഫ് ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു ഇൻറ്റീജേഴ്സ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു, വിച്ച് ഇസ് എ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ, either n/2 if n is even number, and it is minus of n-1/2 if it is an odd number. Okay, അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ പ്രൂവ് ദാറ്റ് ദിസ് ഈസ് എ ബൈജക്റ്റീവ് മാപ്പ്. ക്ലിയർലി ഇറ്റ് ഈസ് 1-1 and on-to മാപ്പ്. Okay, so to prove the 1-1ness, assume f of n1 equal to f of n2 for n1, n2 belongs to the natural numbers. 1-1 function എന്ന് പറഞ്ഞാൽ we know that it maps different elements into different images. Suppose these two images are equal, we will prove that this n1 equal to n2. Okay, f of n1 and f of n2 are equal means they must satisfy either n/2 formula or minus n-1/2 formula. So if it will satisfy n1/2 equal to n2/2 or minus of n1 minus by 2 equal to minus of n2 minus 1/2. Okay, so which means that n1 equal to n2, here also n1 equal to n2. We can cancel this minus 1/2 minus 1/2 and minus 1 from both sides, so we will get n1 equal to n2, right? Now, so which means that f is 1-1. Now for the on-to condition, to prove f is on-to, I take take an integer I belongs to the integer set. Then I take three cases. Case 1,
this I is 0. When I is 0, I have to consider a pre-image. So take n is equal to, ഞാൻ n എന്തായിട്ട് എടുക്കുന്നു, 0 ആയിട്ട് എടുക്കുന്നു. Then what will be f of n? F of n is equal to f of 0. When 0 is an integer ആയതുകൊണ്ട് by this definition this will be 0/2. So that is again 0 which is equal to I. അപ്പോൾ 0 എന്ന് പറയുന്ന ഇൻറ്റീജർ സെറ്റിൽ നിന്ന് ഞാനൊരു എലമെൻറ്റ് എടുത്തപ്പോൾ അതിൻ്റെ പ്രീ ഇമേജ് ആയിട്ട് ആര് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്? 0 തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സോ സീറോയ്ക്ക് പ്രീ ഇമേജ് ഉണ്ട്, അത് 0 തന്നെയാണെന്ന് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ കേസ്, ഇനി I എന്ന് പറയുന്ന ഇൻറ്റീജർ ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ ഞാൻ എടുക്കാൻ പോകുന്ന പ്രീ ഇമേജ് ആയിട്ട് എടുക്കേണ്ട എലമെൻറ്റ് n is equal to 2i എന്ന് എടുത്തു. Then what will be f of n? F of n എന്ന് പറഞ്ഞാൽ f of 2i. And we know that 2i is always an even integer. അല്ലേ? 2i എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് f of 2iയുടെ ഇമേജ് ഏതായിട്ട് മാപ്പ് ചെയ്യുക? n/2 ആയിട്ട് മാപ്പ് ചെയ്ത്. So that will be by definition 2i/2. So we get again the number i. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിനൊക്കെ പ്രീ ഇമേജ് ഉണ്ട്. That will be 2i. 2 into that positive number. For the third case, if I is negative integer, what will happen? Take n is equal to, then take n is equal to minus 2i plus 1. Okay. minus 2i plus 1 ആണ് ഞാൻ n ആയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ what will be f of n? f നോക്കൂ, i നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് -2 into that negative number will be positive. Positive plus 1 again positive. So surely this is a natural number. ഇനി എഫ് ഓഫ് എൻ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എഫ് ഓഫ് -2i plus 1. നോക്കൂ, -2i into i will be ഈവൻ നമ്പർ. ഈവൻ നമ്പർ പ്ലസ് 1 will be an odd number. ഓഡ് നമ്പേഴ്സിനെ എഫ് മാപ്പ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. സോ ദാറ്റ് ഷുഡ് ബി -n-1/2. വാട്ട് ഈസ് n? n എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിലുള്ള മുഴുവൻ ടേം ആണ്. സോ ദാറ്റ് വിൽ ബി -2i plus 1. ഇതാണ് n. -1 divided by 2. So what you will get? -2i. -1 plus 1 will be cancelled. 2i by -2i/2. So minus will be positive. 2 will be cancelled. We get i only. അപ്പോൾ 3 കേസിലും നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓരോ തരത്തിലുള്ള ഇൻറ്റീജേഴ്സിനെ ഞാൻ 3ആയി കാറ്റഗറൈസ് ചെയ്തു. 0, പോസിറ്റീവ്, നെഗറ്റീവ്. 0യുടെ പ്രീ ഇമേജ് 0 തന്നെ, പോസിറ്റീവ്സിൻ്റെ 2i ആണ്, നെഗറ്റീവ്സിൻ്റെ -2i plus 1 ആണ്. അപ്പോൾ എല്ലാത്തിനും പ്രീ ഇമേജ് ഉള്ളത് കൊണ്ട് ദിസ് ഫംഗ്ഷൻ ഈസ് ഓൺ ടു, വിച്ച് ഇംപ്ലൈസ് എഫ് ഈസ് ഓൺ ടു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ജെയിൽ നിന്നും സെഡിലേക്ക് ഒരു 1/1 ഓൺ ടു മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു, ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു. സോ വിച്ച് മീൻസ് ദാറ്റ് ജെ ആൻഡ് സെഡ് ആർ ഇക്വലൻറ്റ്. അല്ലേ? ജെയിൽ നിന്ന് സെഡിലേക്ക് ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടായാൽ ഐ ക്യാൻ സേ ദാറ്റ് വിച്ച് ഇംപ്ലൈസ് ദ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഇക്വലൻറ്റ് ടു ഇൻറ്റീജേഴ്സ്. അല്ലേ? വിച്ച് മീൻസ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഇക്വലൻറ്റ് ടു ഇൻറ്റീജേഴ്സ്. അപ്പോൾ നോക്കൂ, ഇൻറ്റീജേഴ്സിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റായ നാച്ചുറൽ നമ്പേഴ്സ് ഇൻറ്റീജേഴ്സിനോട് ഇക്വലൻ്റായി മാറുന്നു. ഇതൊരിക്കലും ഫൈനൈറ്റ് സെറ്റിൽ സംഭവിക്കാത്ത കാര്യമാണ്. അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് ഇൻഫൈനൈറ്റ് ആണ്, ഇൻറ്റീജേഴ്സും ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഒരു ഇൻഫൈനൈറ്റ് സബ്സെറ്റിൻ്റെ പ്രോപ്പർ സബ്സെറ്റ് ആ സെറ്റിനോട് ഇക്വലൻ്റ് ആയിട്ട് മാറാനുള്ള സാധ്യത ഇൻഫൈനൈറ്റ് സെറ്റ്സുകളുടെ കേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും കൗണ്ടബിൾ സെറ്റ്സുകളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, കൗണ്ടബിൾ സെറ്റ്. അപ്പോൾ കൗണ്ടബിൾ സെറ്റിൻ്റെ ഡെഫിനിഷൻ ഓർത്തിരിക്കണം. ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ ആ സെറ്റിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലേക്ക് ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടാകും. നോക്കൂ, ആസ് എ വേർഡ് മീനിങ് കൗണ്ടബിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെറ്റ്സ്. കൗണ്ട് ചെയ്യാൻ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ഏതാ? നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര. അപ്പോൾ അതിനോടൊരു 1-to-1 കറസ്പോണ്ടൻസ് വരുന്ന സെറ്റുകളെയാണ് നമ്മൾ കൗണ്ടബിൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ കൗണ്ടബിൾ സെറ്റും നമ്മുടെ സീക്വൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുള്ളത്? സീക്വൻസസ്, ഒരു റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് സീക്വൻസ് xn. ദാറ്റ് മീൻസ് സം എലമെൻറ്റ്സ് ഓഫ് ദ ഫോം x1, x2, x3 എക്സെട്ര. അങ്ങനെയാണ് നമ്മൾ സീക്വൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എ സീക്വൻസ് ആക്ച്വലി? വിച്ച് ഈസ് എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഹാവിങ് സം എന്യൂമറേഷൻ. അല്ലേ? അതിനെന്തോ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എക്സെട്ര. സോ അതിനൊരു എന്യൂമറേഷൻ ഉണ്ട്. അല്ലേ? അതിന് പെർട്ടിക്കുലർ പൊസിഷൻ ഉണ്ട്. ഓരോ ടേമും എവിടെയാണ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ദാറ്റ് കൈൻഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഈസ് കോൾഡ് സീക്വൻസ്. അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സീക്വൻസിനെ ഒരു ഫംഗ്ഷനാക്കി ട്രീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് സപ്പോസ് എക്സൻ ഈസ് എ സീക്വൻസ് ഇൻ എ സെറ്റ് ഇ. എക്സൻ ഈസ് എ സീക്വൻസ് ഓൺ എ സെറ്റ് ഇ. ഇ എന്ന് പറയുന്ന സെറ്റിലാണ് എൻ്റെ സീക്വൻസ് എന്ന് വെച്ചാൽ ഈ എലമെൻറ്റ്സ് ഒക്കെ ഇയിൽ നിന്നും എടുത്തതാണെങ്കിൽ എനിക്ക് ഈ സീക്വൻസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒരു ഫംഗ്ഷനാക്കി റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കൂ, ദ ഫസ്റ്റ് എലമെൻറ്റ് ഗോസ് ടു x1. സെക്കൻഡ് എലമെൻറ്റ് എവിടേക്കാണ് പോകുന്നത്? x2ലേക്ക്. തേർഡ് എലമെൻറ്റ് ആരാണ്? x3. ഇങ്ങനെ പോകുന്നു. അല്ലേ? സോ ദിസ് ക്യാൻ ബി കൺസിഡർ എസ് എ ഫംഗ്ഷൻ. ഇതിന് ഞാൻ 3, 4, 5 എക്സെട്ര. ഇത് ഏത് സെറ്റാണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. ഇത് ഏത് സെറ്റാണ്?
ഇയിലുള്ള ഇ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആണ് ഇവരൊക്കെ. അപ്പോൾ ഏതൊരു സീക്വൻസിനെയും ഏത് സെറ്റിലാണോ ആ സീക്വൻസ് ഡിഫൈൻ ചെയ്തത് ആ സീക്വൻസിനെ ഞാൻ എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും? ദാറ്റ് ക്യാൻ ബി കൺസിഡർ എ മാപ്പിംഗ് ഫ്രം നാച്ചുറൽ നമ്പേഴ്സ്. സോ എവറി സീക്വൻസ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പേഴ്സ്. ഒന്നാമത്തെ എലമെൻറ്റ് x1, രണ്ടാമത്തെ എലമെൻറ്റ് x2. അപ്പോൾ ഒരു സീക്വൻസ് ആണ് അതിലത്തെ എലമെൻറ്റ്സിന് പെർട്ടിക്കുലർ പൊസിഷൻ ഉണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് എത്രാമത്തെ എലമെൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ അർത്ഥം നമുക്കതിനെ കൗണ്ടിങ് നമ്പേഴ്സുമായിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ എവറി സീക്വൻസ് ക്യാൻ ബി കൺസിഡർ ആസ് എ നാച്ചുറൽ നമ്പർ, ക്യാൻ ബി കൺസിഡർ ആസ് എ ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പർ. റെഡി? അങ്ങനെയാണെങ്കിൽ കൗണ്ടബിൾ സെറ്റും സീക്വൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. കൗണ്ടബിൾ സെറ്റിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ ആ സെറ്റിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലേക്ക് ഒരു 1-to-1 മാപ്പ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും അത് തന്നെയല്ലേ? ഇവിടെയും ഒരു 1-to-1 മാപ്പ് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏതൊരു കൗണ്ടബിൾ സെറ്റിലെ എലമെൻസിനെയും നമുക്ക് സീക്വൻസ് ആക്കി റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട് എന്നല്ല പറയുന്നത്, അല്ലേ? ചിലപ്പോൾ ഒരു എലമെൻറ്റ് തന്നെ ആദ്യത്തെ എലമെൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ചില സീക്വൻസ് കണ്ടിട്ടില്ലേ 1 1 1 എക്സെട്ര എന്ന്. അപ്പോൾ റിപ്പീറ്റഡ് എലമെൻറ്റ്സ് വരുന്ന സാധ്യതയുണ്ട്. അപ്പോൾ കൗണ്ടബിൾ സെറ്റ് ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു കൗണ്ടബിൾ സെറ്റിലെ എലമെൻറ്റ്സിനെ നമുക്ക് സീക്വൻസ് ആക്കി എഴുതാം എന്ന് മാത്രമല്ല സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആക്കി എഴുതാം എന്നുള്ളതാണ്. സോ elements of a countable set. കൗണ്ടബിൾ സെറ്റിലെ എലമെൻറ്റ്സിനെ നമുക്ക് സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആക്കി റെപ്രസെൻറ്റ് ചെയ്യാം. കൗണ്ടബിൾ സെറ്റ് ക്യാൻ ബി arranged as sequence of distinct entries. Sequence of distinct entries. ഏതൊരു കൗണ്ടബിൾ സെറ്റിലെ എലമെൻറ്റ്സിനെയും നമുക്ക് സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എൻട്രീസ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അതായത് ഏതൊരു കൗണ്ടബിൾ സെറ്റിനും പെർട്ടിക്കുലർ എന്യൂമറേഷൻ ഉണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് again a theorem. It is a fact to some. Okay, the theorem is true for some countable sets. Every infinite subset of a countable set is countable. Infinite subset of a countable set is countable. Every infinite subset of a countable set is countable. ഓക്കെ, ഇപ്പോൾ ഒരു കൗണ്ടബിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിന് എന്യൂമറേഷൻ ഉണ്ട്. ഇനി അതിൻ്റെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു എന്യൂമറേഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ. സോ ദാറ്റ് എവറി ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ കൗണ്ടബിൾ സെറ്റ് വിൽ ബി കൗണ്ടബിൾ. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നു നോക്കാം നമുക്ക്. പ്രൂഫ്. ലെറ്റ് A be a countable set. Let A be a countable set. And B is a subset of what? B is a subset of A. B is any subset of A which is infinite. B or infinite. A is a countable set. Okay. And we take a infinite subset B of A. That is infinite subset. We want to prove that this B is also countable, which means that B also has some enumeration, right? Since A is countable, A ഒരു countable set ആയതുകൊണ്ട് നമുക്ക് Aയിലെ എലമെൻസിനെ നമുക്ക് we can arrange the elements as a sequence of distinct points, right? Countable, it can be arranged as sequence of distinct points. Suppose x1, x2, x3, etc. ഇതാണ് ക്യാപിറ്റൽ എയിലെ എലമെൻറ്റ്സ്. ഓക്കെ, ദെൻ ബിയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നതും ഇതിൻ്റെ തന്നെ കുറച്ച് എലമെൻറ്റ്സ് ആയിരിക്കും, അല്ലേ? ബി ഈസ് ക്ലിയർലി എ സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ എ. ദെർഫോർ വി ഷുഡ് കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് ഫ്രം ദിസ് കളക്ഷൻ. അങ്ങനെയാണെങ്കിൽ ബിയിലുള്ള ആ കുറച്ച് എലമെൻറ്റ്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്യണം. അതിന് ഒരു എന്യൂമറേഷൻ ഉണ്ട്. സോ ഫോർ ദാറ്റ് ലെറ്റ് n1 be the least positive integer such that xn1 belongs to y. കാരണം ഇതിൽ തന്നെ കുറച്ച് എലമെൻറ്റ്സ് ആണ് വൈയിലുള്ളത്. അപ്പോൾ അങ്ങനെ വൈയിലുള്ളതിൽ ഏറ്റവും ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആവുന്ന നമ്പറാണ് n1 എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ നിന്നും ഒരു x7, x9, x12, x15 അങ്ങനത്തെ എലമെൻറ്റ്സ് ആണ് വൈയിൽ വന്നിട്ടുള്ളതെങ്കിൽ x7 is the first element, right? So that 7 is the n1 which is the least positive integer such that xn1 belongs to y.
Okay, now we choose x7 കഴിഞ്ഞ് x9 ആണ് അതിലുള്ളതെങ്കിൽ that x9 should be the n2. Okay, so let n2 be the least positive integer greater than this n1 such that xn2 belongs to y. Oh, I'm sorry, that is not y, it is b. The subset is b. Okay, belongs to b, etc. Having defined n1, n2, etc. nk, having defined n1, n2, etc. nk minus 1, let nk be the least positive integer greater than n1, n2, etc. nk minus 1 such that xnk belongs to our subset b. Okay, so ഈ രീതിയിൽ ഞാൻ ബിയിലെ അല്ലെങ്കിൽ സബ്സെറ്റിലെ എലമെൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ അറേഞ്ച്മെൻ്റ് ആണ് അതിൻ്റെ എന്യൂമറേഷൻ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ ഒരു ഫംഗ്ഷനാക്കി ഡിഫൈൻ ചെയ്തത് 1 1 on 2 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കൗണ്ടബിൾ. നൗ define a function f from j to b. ജെയിൽ നിന്നും ബിയിലേക്ക് ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻഡ് ബൈ f of k equal to x and k for k equal to 1 2 3 etc. So f of k equal to this kind of x and k എന്ന് ഡിഫൈൻ ചെയ്യുന്നു. Then I will prove that this function f is 1 1 and 1 2. Then what will happen? There is a 1-to-1 correspondence between the set of natural numbers and b. Then b will be countable. Okay, and first we will prove that this f is a 1-1 map. For that, let k1 or k and j, k comma small j be elements in natural numbers, and if possible f of k equal to f of j. Then what will happen? X and k will be equal to x and j. Okay, since k and j are distinct in natural numbers, then nk, by the choice of nk and nj is also different numbers, because ഈ എൻ കെയും എൻ ജെയും പറയുന്നതും പൊസിഷൻസ് ആണ്. കെയും ജെയും രണ്ട് ഡിഫറെൻറ്റ് പൊസിഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും എൻ കെയും എൻ ജെയും വേറെ രണ്ട് പൊസിഷൻ ആയിരിക്കും. സോ സിൻസ് കെ ആൻഡ് ജെ ആർ ഡിസ്റ്റിങ്ക്റ്റ് this nk and nj are distinct because they are also position. Therefore nk യും nj യും different positions ആണെങ്കിൽ xnk യും xnj യും okay, if k and j are distinct elements, then nk and nj are distinct. Therefore xnk equal to xnj implies that xnk and xnj are same. Therefore xnk equal to xnj implies the function is 1 1. f is 1 1. That means nk equal to nj, which means k equal to j. f is 1 1. ഇതുപോലെ നമുക്ക് ഓൺ ടൂനെസ്സും കൂടെ പ്രൂവ് ചെയ്യണം. f is on 2. f on 2 ആണെന്ന് പ്രൂവ് ചെയ്യാൻ I take an element from the set capital B, and we will prove that it has a pre-image in natural number. അതിനൊരു പൊസിഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാണ് നമ്മൾ ചെയ്യണത്. So for that I take let y be an arbitrary element in capital B. Then നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ yക്ക് ഒരു pre-image ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. So we have to prove that there exists some k in natural number such that f of k will be equal to this y, and this y will be equal to actually x and k. f of k equal to x and k ആണല്ലോ മാപ്പ്. സോ x and k equal to y എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സിൻസ് y is an element in capital B and we have B is a subset of capital A, therefore which implies y is an element in capital A. When y is an element in capital A, capital A യിലെ എലമെൻറ്റ്സിനെ നമ്മൾ x1 x2 etc. എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അതിനെ നമ്മൾ ഓൾറെഡി എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. x1 x2 etc. ഇതാണ് എൻ്റെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്. സോ y ഷുഡ് ബി സം xi. ഇതിൽ ഏതെങ്കിലും ഒരു xi ആവണമല്ലോ y. സോ വിച്ച് ഇംപ്ലൈസ് y ഷുഡ് ബി ഈക്വൽ ടു സം xn ഫോർ സം n. ഇനി
ഏതോ ഒരു എക്സ് എൻ ആണെന്ന് മനസ്സിലായി. ഇനി എനിക്ക് വേണ്ടത് ഒരു എക്സ് എൻ കെ കണ്ടുപിടിക്കുക. എക്സ് എൻ അല്ല, എക്സ് എൻ കെ, മറ്റൊരു എന്യൂമറേഷനാണ് എക്സ് എൻ കെ. എക്സ് എൻ കെ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് ഈ എക്സ് എൻ കെ ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഈ എന്നിനേക്കാളും ലെസ്സായിട്ട്, ഇതിപ്പോൾ എൻ എനിക്ക് കിട്ടിയത് ഒരു 10 ആണ് അസ്യൂം ചെയ്യൂ. എൻ 10 ആണ്. ഇനി 1 മുതൽ 9 വരെയുള്ള എലമെൻറ്റ്സ്, അത് x1 x2 എക്സെട്ര x9 വരെയുള്ള എലമെൻറ്റ്സ് ആരും തന്നെ ബി എന്ന് പറയുന്ന സെറ്റിൽ വന്നിട്ടില്ല എങ്കിൽ ആ പറയുന്ന 10നെയാണ് എൻ്റെ XN1 ആയ XNK ആയിട്ട് എടുക്കേണ്ടത്. റൈറ്റ്? അങ്ങനെയല്ല, അതിനേക്കാൾ കുറവുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ x1 മുതൽ x9 വരെയുള്ള ആരെങ്കിലുമൊക്കെ ഓൾറെഡി ബിയിൽ എലമെൻറ്റ്സ് ആണെങ്കിൽ അതിൽ നിന്നും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ അതിങ്ങനെയുള്ള എത്ര എണ്ണം വന്നിട്ടുണ്ട് നോക്കുക, അതിൽ നിന്ന് നെക്സ്റ്റ് ആളായിട്ടാണ് XNK ചൂസ് ചെയ്യേണ്ടത്. സോ ഫോർ ദാറ്റ് കേസ് 1, അപ്പോൾ ഞാൻ 2 കേസായിട്ടാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ്? സോ ഇഫ് ദർ ആർ സം NIs വിച്ച് ആർ ലെസ് ദാൻ n, ഇഫ് ദർ ആർ സം NIs വിച്ച് ആർ ലെസ് ദാൻ n, ഈ എന്നിനേക്കാളും ലെസ്സായിട്ട് കുറച്ച് NIs അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സം NIs ലെസ് ദാൻ n, ദെൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആരൊക്കെയാണ് NIs എന്ന് ലിസ്റ്റ് ചെയ്യുക. ആൻഡ് they are some n1, n2 എക്സെട്ര nk. ഇത്രയും പേര് എന്നിനേക്കാൾ ലെസ്സായിട്ടുള്ള ആൾക്കാരാണ്. സച്ച് ദാറ്റ് xni belongs to y, xni belongs to b, such that xni belongs to b. അങ്ങനെയാണെങ്കിൽ then choose nk equal to k plus 1. Then choose nk equal to k plus 1. Then choose n equal to nk plus 1. n equal to nk plus 1. Okay. In case 2, if there exists no ni less than n, n-നേക്കാൾ ലെസ്സായിട്ട്nis ഒന്നും തന്നെ ഇല്ല എങ്കിൽ, then choose n equal to this n itself. എന്നിനേക്കാൾ ലെസ്സായിട്ട് ഒരു NIസും അവിടെ എക്സിസ്റ്റ് ആയെങ്കിൽ ആ n തന്നെയാണ് എനിക്ക് ആവശ്യമുള്ള n. അങ്ങനെയല്ല, അവിടെ k നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നേക്കാൾ ചെറുതായിട്ടുണ്ടെങ്കിൽ അടുത്ത nk plus 1 എലമെൻ്റ് ആയിട്ടാണ് നമ്മുടെ n-നെ ചൂസ് ചെയ്യേണ്ടത്. സോ ഇൻ ദിസ് വേ, ഈ രീതിയിൽ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വൈകൾക്കും പ്രീ ഇമേജ് ഉണ്ടാവും. therefore the function should be on2, therefore it is both on1 and on2, which means the function is bijective. അങ്ങനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന ബി എന്ന് പറയുന്ന സെറ്റ് കൗണ്ടബിൾ ആയിട്ട് മാറുന്നു. which implies f is bijective, which implies b is countable. Therefore every infinite subset of a countable set will be countable.